ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയാണ് ഗ്യാങ്സ്റ്റർ. വർഷം 2014. ഡാഡി കോൾ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ആഷിഖ് കപൂർ മമ്മൂട്ടി കോമ്പയിൽ ഒരു പടം വരുന്നു. അതും ഒരു ഗ്യാങ്സ്റ്റർ സിനിമ. സിനിമയുടെ പേരും ഗ്യാങ്സ്റ്റർ എന്ന് തന്നെ. മമ്മൂക്കയുടെ വെറൈറ്റി ലുക്കും ആ ഡാർക്ക് ടോണും പിന്നെ ആ റേഞ്ച് റോവർ കാറും ആകെ മൊത്തത്തിൽ ഒരു മാഫിയ വൈബ്. ഇതെല്ലാം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെയും ഫാൻസിന്റെയും ഇടയിൽ വൻ ഹൈപ്പ് ഉണ്ടായി. ഈ ഹൈപ്പ് കൂട്ടുന്ന ഒരു ഐറ്റം തന്നെയായിരുന്നു ഇതിന്റെ ട്രെയിലറും. അങ്ങനെ മമ്മൂക്കയുടെ അക്ബർ എന്ന ഗ്യാങ്സ്റ്ററിനെ കാണാനായി പ്രേക്ഷകർ തിയേറ്ററിലെത്തി. പക്ഷേ പടം കണ്ടിറങ്ങിയവരിൽ വലിയ നിരാശയാണ് ഉണ്ടായത്. എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത്? ഇത് റിവഞ്ച് സ്റ്റോറിയാണ്. ഇതിന്റെ പ്രധാന പ്രശ്നമായി മാറിയത് കഥ പറഞ്ഞിരുന്ന രീതിയായിരുന്നു. ഒരു സ്ലോ ഫേസിലായിരുന്നു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്ലോ ബേണർ ആയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയതുമില്ല. അക്ബർ എന്ന എക്സിസ്റ്റിംഗ് ഗ്യാങ്സ്റ്റർ അവിടേക്ക് പുതിയൊരു കഥാപാത്രം കടന്നു വരുന്നു വിത്ത് എ ബിസിനസ് പ്ലാൻ. അക്ബർ അത് എതിർക്കുന്നു. പിന്നീട് ഈ വില്ലനും അക്ബറിന്റെ കൂടെയുള്ളവരും ചേർന്ന് അക്ബറിനെ അറ്റാക്ക് ചെയ്യുന്നു. അക്ബർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അക്ബർ തിരിച്ചു വരുന്നു, എന്നിട്ട് റിവഞ്ച് ചെയ്യുന്നു. ഇതാണ് സിനിമയുടെ കഥ. ഒരു പുതുമയുള്ള കഥയായിരുന്നില്ല സിനിമയുടേത്. അതുപോലെ തന്നെ സിനിമ സ്ലോ ഫേസിൽ പോകുന്നത് കൊണ്ട് തന്നെ ഓഡിയൻസിന് ലാഗ് ഫീൽ ചെയ്തു. മാസ് പ്രതീക്ഷിച്ചു പോയ പ്രേക്ഷകരിൽ സെക്കൻഡ് ഹാഫിലെ റിവഞ്ച് സീനുകൾ കൊണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഡയറക്ടർക്ക് സാധിച്ചില്ല. അന്നുണ്ടായിരുന്ന മലയാള സിനിമകളുടെ രീതിയോ ആക്ഷനോ ആയിരുന്നില്ല ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. വലിയ ലൗഡായിട്ടുള്ള ആക്ഷൻ സീനുകൾ ആയിരുന്നില്ല ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും കുറച്ചധികം സ്ലോ ആക്കുകയും ലാഗ് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സിനിമയിൽ പുതിയ ചില അറ്റംപ്റ്റുകൾ ഡയറക്ടർ നടത്തിയിരുന്നു. ആനിമേഷനിലൂടെ കഥ പറയുന്ന രീതി അന്ന് മലയാള സിനിമകളിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ മലയാളികൾക്കിടയിൽ ട്രെൻഡിംഗ് ആയിരുന്നില്ല അനിമീസും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രഷ് ഫീൽ നൽകി. അക്ബറിന്റെ കുട്ടിക്കാലവും അതിൽ നിന്നും അക്ബർ എന്ന ഗ്യാങ്സ്റ്ററിലേക്കുമുള്ള ഒരു എവല്യൂഷനാണ് സിനിമയിൽ ആദ്യത്തെ 15 മിനിറ്റിൽ കാണിക്കുന്നത്. അതും ആനിമേഷനിലൂടെ. ഈ സിനിമയുടെ കഥയേക്കാൾ ഇൻട്രസ്റ്റിംഗ് ഈ കഥയാണ്. പക്ഷേ ഈ ആനിമേഷൻ ഈ സിനിമയ്ക്ക് കുറച്ച് പണികൾ നൽകിയിട്ടുണ്ട്. അക്ബറിന്റെ എവല്യൂഷൻ ആനിമേഷനിലൂടെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 15 മിനിറ്റിന് ശേഷമാണ് മമ്മൂക്കയുടെ സ്ക്രീനിൽ കാണിക്കുന്നത്. അതും ഒരു ഷൂട്ട് ഔട്ട് സീനിലാണ്. മമ്മൂക്കയുടെ ലുക്കും എൻട്രിയും നന്നായിരുന്നു എങ്കിലും ആ സീൻ അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല. അതിനുശേഷം പിന്നീട് അക്ബറിന്റെ ഫാമിലിയും ഇമോഷൻ സീനും ഡൗൺഫാളും ഒക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അക്ബർ എന്ന ക്യാരക്ടറുമായി പ്രേക്ഷകർക്ക് ഒരു ഇമോഷൻ കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് സത്യമാണ്. പലതും ആവശ്യമില്ലാതെ വലിച്ചു നീട്ടിയപ്പോഴും ക്യാരക്ടേഴ്സിന് പ്രേക്ഷകരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല ഡയറക്ടർ. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സിലും ആനിമേഷൻ ഉൾപ്പെടുത്തിയത് ഒരു പ്രശ്നമായി മാറി. ക്ലൈമാക്സ് ഫൈറ്റ് സീന് റിയൽ ഫൈറ്റിന് പകരം ആനിമേഷനിലൂടെയാണ് അത് കാണിച്ചിരുന്നത്. ഇത് മനഃപൂർവ്വമല്ലെന്നും അന്നത്തെ സാഹചര്യം കൊണ്ടാണെന്നും ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടായി. എന്തായാലും ഇത് പടത്തിന്റെ പരാജയത്തിന് കാരണമായിരുന്നു. ഗ്യാങ്സ്റ്റർ എന്ന പേരിൽ ഈ ജോണറിൽ ഒരു സ്ലോ ഫേസ് പടം ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ആയിരുന്നില്ല അന്നത്തെ പ്രേക്ഷകർ. അതുപോലെ തന്നെ തിരക്കഥയുടെ ബലമില്ലായ്മയും സിനിമയ്ക്ക് തിരിച്ചടിയായി മാറി. ഈ കാണുന്ന സീനും മമ്മൂക്കയുടെ ലുക്കും പടത്തിലെ സിനിമാറ്റോഗ്രാഫിയും പിന്നെ ഈ റേഞ്ച് റോവർ കാറും ഇവയെല്ലാം സിനിമയിൽ മികച്ചു നിന്നവയാണ്. സിനിമ അന്ന് പരാജയപ്പെട്ടെങ്കിലും ഇന്ന് ഈ സിനിമയെ പുകഴ്ത്തുന്നവരും സ്വീകരിക്കുന്നവരുമുണ്ട്. പടത്തിനെ പറ്റി പല അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Cause we want retribution. Oh yeah, we want retribution.